ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ കുവൈത്തിലെ സഹൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതായത് സഹൽ ആപ്ലിക്കേഷൻ നമ്മൾ ഒതൻറ്റിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ സഹൽ ആപ്ലിക്കേഷൻ ഒരു ലോക്കിൻ്റെ സിമ്പിൾ വന്നിട്ട് അങ്ങനെ നിൽക്കും. പിന്നെ അത് ഒരിക്കലും എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അത് ഓണാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് പറഞ്ഞിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെയും നമ്മളൊരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിൽ അത് ഓപ്പൺ ആക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഓപ്പണായി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. പക്ഷേ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇത് ഒരു ലോക്ക് സിമ്പിൾ വന്നിട്ട് അങ്ങനെ നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ്, ചിലപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ അത് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സഹൽ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. അപ്പോൾ സഹൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ ഒരു ലോക്കിൻ്റെ സിമ്പിളോട് കൂടി ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഈ ഒരു സംഭവം ഇവിടെ ഓപ്പൺ ആവാതെ ഇത്തരത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ മൊബൈലിൽ NFC ഇല്ലെങ്കിൽ പോലും നമുക്ക് മൊബൈൽ ID അപ്ഗ്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതേപോലെ സുഹൃത്തിൻ്റെ മൊബൈലിൽ NFC ഉള്ള മൊബൈൽ ID ചെയ്തിട്ട് നമ്മുടെ സ്വന്തം മൊബൈലിൽ സഹൽ ആപ്ലിക്കേഷനൊക്കെ ചെയ്ത് അതിൽ നിന്ന് ഒതൻറ്റിഫിക്കേഷൻ അയച്ച് സഹൽ ആപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് സഹൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയും. പിന്നീട് ഇതിൽ നിന്നും എക്സിറ്റ് അടിച്ച് വീണ്ടും ഇത് ലോഗിൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ഓപ്പൺ ആക്കാൻ നോക്കുന്ന സമയത്തായിരിക്കും ഇത്തരത്തിൽ വരിക. അപ്പോൾ ഇതിനൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കടിച്ച് വരിക, അതിനുശേഷം നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിലൊന്ന് പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇവിടെ സ്ക്രീൻ ലോക്ക് ഉണ്ട്, അതായത് മൊബൈൽ ലോക്ക്. സ്ക്രീൻ ലോക്കിൽ പോവുക, അതിനുശേഷം സ്ക്രീൻ ലോക്ക് ടൈപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ക്രീൻ ലോക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു പിൻ നമ്പറാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു മൊബൈലിന് സ്ക്രീൻ ലോക്ക് അല്ലെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ മൊബൈൽ ഓപ്പൺ ചെയ്യാണ്. ഇനി നമ്മൾ നേരെ നമ്മളെ സഹൽ ആപ്ലിക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ലോക്കിൻ്റെ ചിഹ്നം വരും. അവിടെ നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ വരും. അങ്ങനെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സഹൽ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആവും. അപ്പോൾ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ മൊബൈൽ ID അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ മൊബൈലിന് ഒരു സ്ക്രീൻ ലോക്ക് പാസ്വേഡ് നിർബന്ധമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സഹൽ ആപ്ലിക്കേഷൻ മൊബൈലിൽ വർക്ക് ആവാനും നമ്മളുടെ മൊബൈലിൽ ഒരു സ്ക്രീൻ ലോക്ക് നിർബന്ധമായും നമ്മൾ ചെയ്തിരിക്കണം. കാരണം ഇതൊക്കെ വളരെ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം നമ്മളുടെ മൊബൈലിന് ഒരു അൺലോക്ക് പാസ്വേഡ് അല്ലെങ്കിൽ ലോക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിരിക്കണം ഇത്തരത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു ലോക്ക് പാസ്വേഡ് ഇല്ലാത്ത മൊബൈലിലാണ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ സഹൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലോക്കിൻ്റെ സിമ്പിൾ വന്ന് അങ്ങനെ നിൽക്കുന്നത്, ഓപ്പൺ ആവാതെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ സഹൽ ആപ്ലിക്കേഷന് മൊബൈൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ മൊബൈലിന് ഒരു ലോക്ക് അല്ലെങ്കിൽ ഒരു പാസ്വേഡ് ഉണ്ട് എന്ന് ആദ്യം ഉറപ്പുവരുത്തുക. ഇത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ സഹൽ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ മൊബൈൽ ID ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക.